തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മൊബൈൽ നമ്പറോ എപ്പിക് കാർഡ് നമ്പറോ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അതിനുള്ള എളുപ്പമാർഗമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പരിശോധിക്കുവാനുള്ള ഔദ്യോഗിക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വെറും 1 മിനിറ്റ് കൊണ്ട് മാത്രം ഇത് വളരെ വേഗത്തിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്ന രീതിയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആദ്യമായി നമ്മൾ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID കാർഡ് നമ്പർ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്ന രീതിയാണ് പറയുന്നത്. ആദ്യമായിട്ട് സെലക്ട് ലാംഗ്വേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മളുടെ സംസ്ഥാനം കേരളം സെലക്ട് ചെയ്യുക. നേരെ ക്യാപ്ച കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇലക്ഷൻ കമ്മീഷന്റെ അന്തിമ വോട്ടർ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ എപ്പിക് നമ്പർ, നമ്മളുടെ പേര്, നമ്മളുടെ വയസ്സ്, നമ്മളുടെ റിലേറ്റീവ് നെയിം, നമ്മളുടെ സംസ്ഥാനം, നമ്മളുടെ ജില്ല, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, നമ്മളുടെ പാർട്ട് നമ്പർ, പോളിംഗ് സ്റ്റേഷൻ, പാർട്ട് സീരിയൽ നമ്പർ, പിന്നീട് വ്യൂ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ പൂർണ്ണമായ ഇലക്ഷൻ കമ്മീഷനിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അന്തിമ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ്. അതിനായി ആദ്യം സെർച്ച് ബൈ മൊബൈൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ അടുത്ത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരളം എന്നുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മളുടെ ലാംഗ്വേജ് ആണ് മലയാളം എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മളുടെ മൊബൈൽ നമ്പർ 10 അക്കമുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. മെസ്സേജായി വന്നിട്ടുള്ള OTP നമ്പർ എൻ്റർ OTP എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ അതിൽ ലഭിക്കുന്നതായിരിക്കും.